വാക്കാലുള്ള ബഹിഷ്കരണമേ മാത്രമേ ഉള്ളൂ, തയ്യാറാക്കിയിട്ടുള്ള ബഹിഷ്കരണമില്ല. എന്തിനാ റാഷിദെ നമ്മൾ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത്? കേരളത്തിലെ രാത്രി ചർച്ചകളിൽ CPM-ന്റെ നിലപാട് പറയാൻ CPM-ന്റെ നേതാക്കന്മാർക്ക് ദൗർബല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. റാഷിദെ, CPM-ന്റെ നിലപാട് CPM എന്ന് പറഞ്ഞാൽ ഞങ്ങൾ CPM-ന് മറുപടി കൊടുക്കും. CPM-ന്റെ നിലപാട് പ്രോക്സികൾ വന്നിരുന്നാൽ ഞങ്ങൾ പ്രോക്സികൾക്ക് മറുപടി കൊടുക്കും. അല്ലാണ്ട് ജനങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM നടത്തുന്ന പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുവെക്കണോ? ഇത് സംസാരിക്കാൻ വേണ്ടി CPM-ന്റെ നയം പറയാൻ വേണ്ടി ഒരു പ്രോക്സി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിച്ച് മാത്രമേ ചർച്ചയിൽ പോകാൻ കഴിയുള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിന് ആനുകൂല്യം ഒന്നും കൊടുക്കാൻ സാധിക്കില്ല റാഷിദെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണം ചർച്ച ചെയ്ത് മാറിക്കോളാം. CPM-ന്റെ തെമ്മാടിത്തരം മുഴുവൻ ഇവിടെ വന്നിട്ട് മറുപടി പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പൊ അതിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടാകും. അദ്ദേഹം CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധിയല്ല എന്നുള്ളത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഞാനത് പറയുന്നു. റാഷിദെ ഇടത് സഹയാത്രിയെ ഇടതായിട്ട് സംസാരിക്കണം. ഇത് തീവ്ര വലത് പിണറായിയുടെ നിരീക്ഷണമായിട്ട് സംസാരിച്ചാൽ ആ മറുപടി തന്നെ കൊടുക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള മുഖംമൂടികളെ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ CPM ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല. അനുസരിച്ച് അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, റാഷിദിനെതിരെ ഞാൻ ഈ ചർച്ചയിലിരുന്ന് റാഷിദ് ഒരു കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പറഞ്ഞാൽ ഈ ചർച്ച കഴിയുമ്പോൾ പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തില്ലേ? ഏത് കൊലപാതകത്തിലാണ് പങ്കാളിത്തം എന്ന് ചോദിക്കില്ലേ? PV അൻവർ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച് രേഖകൾ ഉന്നയിച്ച് തിരോധാന കേസും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ കേസും കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ADGP അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട പിണറായിസ്റ്റ് നിരീക്ഷകൻ ഇവിടെ നിന്ന് പറയുകയാണ് PV അൻവറിന് വിശ്വാസ്യതയില്ല, PV അൻവർ പറഞ്ഞു വെച്ച ചർച്ച ചെയ്തത് ബാലിശമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ശ്രീ ഡോക്ടർ രഞ്ജിത്തോ അദ്ദേഹത്തിന്റെ പേര് ജയരാജ്, എന്തിനാ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചത്? ജയരാജ്, ശ്രീ ജയരാജ്, അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ മന്ത്രിസഭ, ഈ പാർട്ടി, ഈ ഗവൺമെന്റ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തിനായിരുന്നു? അപ്പോ PV അൻവറിന്റെ ആരോപണം ഗൗരവമായിട്ടുള്ളത് സർക്കാരിന് ഗൗരവമാണല്ലേ? PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ MP ഗോവിന്ദൻ ഈ ആരോപണങ്ങളെല്ലാം ഗൗരവത്തിലുള്ളതാണ് എന്ന് പാർട്ടി നിലപാടെടുത്ത് പറഞ്ഞിരുന്നല്ലോ. ജയരാജെ, പ്രോക്സിയായിട്ട് വരുമ്പോഴും പാർട്ടിയുടെ അടിമയാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാണ്. റാഷിദെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലോ, ഈ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഇതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത്രക്കാരെ അയക്കുന്നത്. ഈ കേരളത്തിന്റെ DGP-യെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയിൽ, മനോരമ പോലെ ഏറ്റവും പ്രമുഖമായ ചർച്ചയിൽ പാർട്ടിയുടെ നിലപാട് പറയാൻ പാർട്ടി പ്രതിനിധികൾക്ക് ദൗർബല്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് CPM? നാട്ടുകാരുടെ മുമ്പിൽ ഓടി നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഇവർ എവിടെ പോയി? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നിലപാട് പറഞ്ഞിട്ട് ആ നിലപാട് ചാനൽ വന്ന് ചർച്ചയ്ക്ക് പറയാൻ നട്ടലുണ്ടോ ഏതെങ്കിലും ഒരു CPM-കാരന്? RSS-ഉം ADGP അജിത് കുമാർ തമ്മിലുള്ള ചർച്ച എത്രയോ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു CPM-കാരനെ, ആർജവമുള്ള CPM-കാരനെ പാർട്ടിയുടെ നിലപാട് പറയാൻ മാധ്യമങ്ങളിൽ കണ്ടോ? ഇന്ന് CPM-ന്റെ നേതൃത്വം പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന CPM-ആണ്. അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ ചാനൽ വന്ന് ഇത് പറയാൻ പോലും പഠിക്കുന്നത്. നിങ്ങളോട് പറയുന്ന വിശദീകരണമൊക്കെ നിങ്ങൾ വരുത്തോളൂ. പക്ഷെ CPM-ന്റെ നെറികേട്, ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഓടി ഒളിക്കുന്ന ഭീരുക്കളുടെ സ്വഭാവം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. ഒന്ന്, അതവിടെ നിൽക്കട്ടെ. രണ്ട്, നോക്കൂ, ADG അജിത് കുമാർ, റാഷിദെ, അങ്ങ് ഇപ്പൊ ഒന്ന് പറയണം, എത്ര കേസ് ADGP അജിത് കുമാറിന്റെ പേരിൽ ഇന്ന് നിലവിലുണ്ട്? സ്വന്തം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴത്ത് അനധികൃതമായിട്ട് കോടികൾ വിലമതിക്കുന്ന സ്ഥലം കയ്യെ മേടിച്ചതുൾപ്പെടെ അവിടെ മണിമാളിക പണിയുന്നതുൾപ്പെടെ സാമ്പത്തിക അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ മുന്നിലില്ലേ? ഈ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ സർക്കാർ പറയണം RSS ഞങ്ങൾക്ക് ശത്രുവല്ല എന്ന് പറയണം. പിണറായി വിജയൻ ചില ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി, കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിന് വിരുദ്ധമായി തന്റെ ADGP RSS-ന്റെ തീവ്രവാദ ആശയം പേറുന്ന RSS-ന്റെ നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയിൽ 2 സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച അന്വേഷണം എവിടെ എത്തി? എന്താ PV അൻവർ പറഞ്ഞത്? സ്വർണം പൊട്ടിക്കൽ കേസ്, കൊലപാതക കേസ്, ആളെ തട്ടിക്കൊണ്ടുപോകൽ കേസ്, ഈ കേസിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധാരണ CPO-നെ ഈ ഇതില് അന്വേഷണം നടത്തുന്ന സമയത്ത് പ്രൊമോട്ട് ചെയ്യുവോ? എന്താണ് പറയുന്നത്?
അപ്പൊ ഡി ജി പിക്ക് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ഡി ജി പിക്ക് ഡി ജി പി ആയിട്ട് സ്ഥാപനം കൊടുക്കുന്നത്? കേരളത്തിലെ BJP-യുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെതിരെ കൊലപാതക കുറ്റം ഉൾപ്പെടെ ആളെ തട്ടിക്കൊണ്ടുപോകൽ കേസ് ഉൾപ്പെടെ നടന്നിട്ട് ഈ ADGP അജിത് കുമാറിനെതിരെ എന്ത് നടപടിയെടുത്തത്? നമ്മൾ എന്താണെന്ന് ആവശ്യപ്പെട്ടത്? സസ്പെൻഷനെങ്കിലും കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ മുൻപുണ്ടായിരുന്ന ഒരു P. വിജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നല്ലോ ADGP. എന്തിന്റെ പേരിലാണ് P. വിജയനെ സസ്പെൻഡ് ചെയ്തത്? ഏലത്തൂർ തീവെപ്പ് കേസിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ചിത്രം ഒരു പത്രമാധ്യമത്തിന് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയതും ആ പ്രതിയെ കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ P. വിജയൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റാ അല്ലെ? എന്തുകൊണ്ടാണ് ADGP അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് ഞങ്ങൾ കാലാകാലങ്ങളായി ചോദിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും നടപടിയെടുക്കാതിരുന്ന BJP-യുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അന്ന് നടന്ന ചർച്ചയിൽ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ADGP-യെ ആ ഓഫീസിൽ നിന്ന് മാറ്റി അടുത്ത കസേരയിൽ ഇരുത്തിയപ്പോ മാസങ്ങൾക്കുള്ളിൽ ADGP-യേക്കാൾ സർവശക്തനായി ഈ അജിത് കുമാർ തിരിച്ചു വരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസുകളുടെ അന്വേഷണം എവിടെ എത്തി? ഒരു കേസും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ലല്ലോ. ഗുരുതരമായ ആരോപണം ഉയർന്ന ആ ADGP-യെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ. നിങ്ങളിപ്പോ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്നതിനുള്ള വഴിയൊരുക്കിയത് കേരളത്തിലെ BJP-യുടെ മുഖ്യമന്ത്രിയാണ് അല്ലെ? അപ്പൊ അതിന് വളരെ മനഃപൂർവ്വം ADGP-യെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ വർഗീയ താല്പര്യം, മകളുടെ അഴിമതി കേസ് ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ അമിത്ഷായുമായി കേന്ദ്രത്തിലെ BJP-യുമായി RSS-മായി ഗൂഢാലോചന നടത്തി ഈ നാട്ടിൽ തൃശൂർ പൂരം ഉൾപ്പെടെ കലക്കിയ ഒരാളെ സസ്പെൻഡ് ചെയ്യാതെ ഒരു കേവലം സാധാരണ നടപടി എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു റീ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയത് BJP-യുടെ നയം നടപ്പിലാക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ DGP ആയിട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ഇതിനപ്പുറം എന്ത് വ്യക്തതയുണ്ട് ഇതിനകത്ത് വിഷയത്തിൽ? അതല്ലെങ്കിൽ കൊലപാതക ആരോപണം ഉണ്ടായിരുന്ന ആൾക്കെതിരെ എന്ത് അന്വേഷണം നടന്നു? സ്വർണം തട്ടിപ്പ് കേസ് മുതൽ മുഴുവൻ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വന്നതല്ലേ? തൃശൂർ പൂരം കലക്കൽ കേസിൽ DGP പറഞ്ഞതല്ലേ ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്? കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ തൃശൂർ പൂരം കലക്കി മറിച്ചതിൽ ഈ ADGP-ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് DGP എഴുതി വെച്ചിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യാതിരുന്ന ഒരു മുഖ്യമന്ത്രി BJP-യുടെ ദാസൻ അല്ലാതെ ആരാണ്? കേരളത്തിനെ വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ BJP-യുടെ നയം നടപ്പിലാക്കുന്ന ആളാണ് പിണറായി വിജയൻ. ആ നയം നടപ്പാക്കിയത് ADGP അജിത് കുമാറിലൂടെയാണ്. തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ മറ്റു പല കേസും ഉൾപ്പെടെ ഈ BJP-ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കി കൊടുത്തത് ഈ ADGP അജിത് കുമാറാണ്. ആരൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ടോ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, അവിടെയെല്ലാം ADGP അവരെ ഒതുക്കി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ P. വിജയൻ IPS ഇല്ലേ? അപ്പോ വളരെ കൃത്യമാണ് റാഷിദ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലയ്ക്കുമേൽ ഇന്ന് അജിത് കുമാർ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ തള്ളി മനസ്സിലായി. അപ്പോ ആ ഒരു നിവൃത്തികേടാണ് ഇങ്ങനെ സംരക്ഷിക്കാനുള്ള ഒരു പിന്നിലെ പ്രചോദനം എന്നുള്ളതാണ് കോൺഗ്രസ് ആവർത്തിച്ച് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം MLA-മാരും ജനപ്രതിനിധികളും അടക്കമുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് സംഘവിജയം എന്ന തരത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നത്.